2026 ഫെബ്രുവരി 28. ലോകം അന്നുണർന്നത് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഭീതിജനകമായ വാർത്തകളിലേക്കായിരുന്നു. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും മിസൈലുകൾ ഇറാൻ്റെ ആകാശത്തെ കീറിമുറിച്ച നിമിഷം. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വതം ഒടുവിൽ പൊട്ടിത്തെറിച്ചിരിക്കുന്നു. സമാധാനത്തിൻ്റെ എല്ലാ വാതിലുകളും അടഞ്ഞതായി ടെഹ്റാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പുതിയൊരു ശാക്തിക ക്രമത്തിൻ്റെ സാധ്യതകൾ ആഗോള മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കും വഴിവെക്കുന്നു. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നാണ് അമേരിക്കയുടെ ആരോപണം. പക്ഷേ ഇതിനു പിന്നിൽ ആണവായുധങ്ങൾ എന്ന ഭീഷണി മാത്രമാണോ ഉള്ളത്? അതോ ലോകത്തിന് കാണാൻ കഴിയാത്ത മാരകമായ ചില രഹസ്യ അജണ്ടകൾ വാഷിംഗ്ടണിലെയും ടെൽ-അവീവിലെയും അധികാര ഇടനാഴികളിൽ രൂപപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ലോകശക്തിയായ അമേരിക്ക ഇറാനെ ഇത്രയധികം ഭയപ്പെടുന്നത്? നമുക്ക് പരിശോധിക്കാം ഇറാൻ്റെ മണ്ണിൽ വീഴുന്ന മിസൈലുകൾക്ക് പിന്നിലെ ആ യഥാർത്ഥ രാഷ്ട്രീയം. ഇറാനോടുള്ള ഇസ്രയേലിൻ്റെ വൈരകഥകളേക്കാൾ ദൈർഘ്യമുണ്ട് അമേരിക്കയ്ക്ക് ഇറാനോടുള്ള പകയുടെ കഥയ്ക്ക്. ഇതിന് ഉദ്ദേശം 70 വർഷത്തെ പഴക്കമുണ്ട്. 1953 ഇറാൻ തങ്ങളുടെ എണ്ണ സമ്പത്ത് ദേശസാൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അമേരിക്കൻ ചാരസംഘടനയായ CIA നടത്തിയ ഒരു അട്ടിമറിയിലൂടെയാണ് ഈ മേഖലയിൽ ആധുനിക സംഘർഷങ്ങളുടെ വിത്ത് പാകപ്പെട്ടത്. അന്ന് ആ രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസാദിഖിനെ പുറത്താക്കി അമേരിക്ക തങ്ങളുടെ വിശ്വസ്തനായ ഷാ രാജാവിനെ അധികാരത്തിലേറ്റിയപ്പോൾ അത് ഇറാൻ്റെ ആത്മാഭിമാനത്തിനേറ്റ വലിയൊരു മുറിവായിരുന്നു. എന്നാൽ 1979 വിപ്ലവം വാഷിംഗ്ടണിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു. ഇസ്ലാമിക റിപ്പബ്ലിക്കായി മാറിയ ഇറാൻ അമേരിക്കയെ വലിയ സാത്താൻ അഥവാ ഗ്രേറ്റ് സാത്താൻ എന്നാണ് വിളിച്ചത്. 444 ദിവസം നീണ്ടുനിന്ന ടെഹ്റാനിലെ എംബസി ബന്ദി നാടകം അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അപമാനമായി ഇന്നും നിലനിൽക്കുന്നു. അന്നു മുതൽ തുടങ്ങിയതാണ് ഈ ഉപരോധങ്ങളും ഭീഷണികളും. 2026 ഈ യുദ്ധം അനിവാര്യമായി എന്ന് അമേരിക്ക അവകാശപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് അമേരിക്ക ഇറാൻ ആണവ കരാറിൻ്റെ പരാജയം. 2015 ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടെ ഇറാൻ അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം 90% മുകളിൽ എത്തിച്ചു. ഇതൊരു ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ അളവാണ് എന്നത് ഇസ്രയേലിനെ ആശങ്കയിലാഴ്ത്തി. രണ്ടാമതായി ഇറാനിൽ വലിയ സ്വാധീനമുള്ള റഷ്യ ചൈന അച്ചുതണ്ടാണ്. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇറാൻ്റെ ഡ്രോണുകൾ വലിയ പങ്ക് വഹിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളെ ചൊടിപ്പിച്ചിരുന്നു. അവസാനത്തേത് അമേരിക്ക ഗ്യാരണ്ടി നൽകുന്ന ഇസ്രയേലിൻ്റെ സുരക്ഷയാണ്. ഇറാൻ നശിക്കണമെന്നത് തങ്ങളുടെ ഒരു ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഇസ്രയേൽ കാണുന്നത് തന്നെ. ഇവിടെയാണ് ഗൂഢാലോചനകൾ ആരംഭിക്കുന്നത്. ഇറാനിലെ വ്യോമാക്രമണങ്ങൾക്കൊപ്പം അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് 3 പ്രധാന കാര്യങ്ങളാണ്. ഇറാൻ തങ്ങളുടെ എണ്ണ വ്യാപാരം ഡോളറിന് പകരം മറ്റ് കറൻസികളിൽ നടത്താൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സാമ്രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. പെട്രോ ഡോളർ തകർന്നാൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരും. അത് തടയാൻ ഇറാനിലെ ഭരണം അമേരിക്കയ്ക്ക് മാറ്റിയേ തീരൂ. മാത്രമല്ല പശ്ചിമേഷ്യയിൽ ചൈനയുടെ സ്വാധീനം തകർക്കൽ എന്നത് അമേരിക്കയുടെ ഒരു ദീർഘകാല സ്വപ്നമാണ്. ഇറാനിൽ കുറഞ്ഞത് $400 ബില്യൺ നിക്ഷേപമാണ് നാളിതുവരെയായി ചൈന നടത്തിയിരിക്കുന്നത്. ഇറാനെ ആക്രമിക്കുന്നതിലൂടെ പശ്ചിമേഷ്യയിലേക്കുള്ള ചൈനയുടെ ചുവടുവെപ്പിനെ തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കും. അതിനുമപ്പുറമാണ് അന്താരാഷ്ട്ര ആയുധ വിപണിയിലെ ലാഭം. യുദ്ധങ്ങൾ എപ്പോഴും അമേരിക്കൻ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് വൻ ചാകരയാണ് നൽകുന്നത്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷഭീതി നിലനിർത്തുന്നത് വഴി കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ ഇവിടെയുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടു എന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ ലോകത്തെ 20% എണ്ണ വിതരണം തടസ്സപ്പെടും എന്നാണ് നിഗമനം. ഈ സാഹചര്യം ഇന്ത്യയെപ്പോലുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിൽ പെട്രോൾ വില ലിറ്ററിന് 200 രൂപ വരെ വർദ്ധിച്ചേക്കാം. ഇത് കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് ഒരു 3ാം ലോക മഹായുദ്ധത്തിൻ്റെ കേളികൊട്ടലാണ്. ആണവായുധങ്ങൾ തടയാനാണെന്നും ജനാധിപത്യം സംരക്ഷിക്കാനാണെന്നും അമേരിക്കയും ഇസ്രയേലും പറയുമ്പോഴും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു പാഠമാണ്. ഇറാഖിലും ലിബിയയിലും നമ്മൾ കണ്ടത് ഇതേ തിരക്കഥയായിരുന്നു. അധികാരത്തിൻ്റെ ചതുരംഗക്കളത്തിൽ സാധാരണ മനുഷ്യർ വെറും കരുക്കൾ മാത്രമാകുന്നു. ഇറാൻ വീഴുമോ അതോ പുതിയ പ്രതിരോധത്തിൻ്റെ മുഖമായി ലോകത്തിന് മുന്നിൽ മാറുമോ? കാലം ഇതിന് മറുപടി നൽകും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ യുദ്ധത്തിൽ ആര് ജയിച്ചാലും തോൽക്കുന്നത് മാനവികതയാണ്, തോൽക്കുന്നത് സമാധാനമാണ്.
ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.